ഹലോ, അസ്സലാമു അലൈക്കും. ഇതൊരു വീഡിയോ ഉണ്ട്. കാരണം രാത്രിയാണ്. ഈ സമയത്ത് ഞാനിത് കാണിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ തൊട്ട് ഞാൻ നിങ്ങളുടെ മുകളിലിരുന്ന് ലൈവ് ഇടുമ്പോൾ കാണിച്ചു തരാറുണ്ട്. കനാലിൻ്റെ അടുത്തൊരു വീഡിയോ ആണ്. അതിൻ്റെ അപ്പുറത്താണ് ഫ്ലാറ്റ്, അപ്പുറത്ത് റോഡുണ്ട്. ഇതിലേക്ക് പോകുമ്പോൾ നമുക്ക് പഴയ കാലങ്ങളോർക്ക്. പക്ഷേ ഈ സമയത്തൊന്നും ഇതിൽ പോകാൻ പറ്റില്ല. പാമ്പും അത് ഇതൊക്കെ ശല്യമുള്ള കാരണം വെച്ചാൽ ഇപ്പോൾ എല്ലാവരോടും പറയും രാത്രികളിൽ. കാരണം സൈഡിലൊക്കെ വന്ന് കിടക്കൂല. അത് അതിൻ്റേതായ ഒരു പേടിയുള്ള കാരണം നമ്മൾ വരാനായിട്ടേ ബുദ്ധിമുട്ട്. അപ്പോൾ വേണ്ട കനാലിൽ വെള്ളം വന്നേക്കാണ്. ഇപ്പോൾ ഈ വെള്ളം വന്നേക്കണ കാരണം എന്താണ് ഭയങ്കര ചവിട്ടി. എന്തുവാണാവോ ഈ രാത്രി ആയാലും എന്നെ വീട്ടിൽ സമ്മതിക്കില്ല. ഞാനിപ്പോൾ നടക്കാൻ ഇറങ്ങുമെന്ന് പറഞ്ഞ് എനിക്ക് 7 മണിക്ക് സാധാരണ ഞാൻ പണ്ടത്തെ ലൈവ് ഉള്ളപ്പോൾ 7 മണിക്കാണ് ഞാൻ ഇട്ടിരുന്നത്. ഞാൻ 4:30 തൊട്ട് 6:30 വരെ ആയിരുന്നു. അപ്പം പിന്നെ ഞാൻ നിങ്ങൾക്ക് ഈ റോഡ് സൈഡാണ് കേട്ടോ ഈ ചെടി നോക്കിയേ. റോഡ് സൈഡിലുള്ള ചെടിയാണ് കേട്ടോ വന്നത്. വെള്ള പൂവാണത്. അതിപ്പോൾ കാണാൻ പറ്റില്ല കാരണം വെച്ചാൽ രാത്രി ആയ കാരണം. ഇതുണ്ട്. ഞാൻ എന്നും 7 മണിക്ക് കാരണം എൻ്റെ വീട്ടിൽ കുറച്ച് ലൈവിൻ്റെയൊക്കെ ഭയങ്കര പാടൊക്കെ ഇടാനൊക്കെ. അപ്പം അത് കാരണം വേണ്ട. ഇവിടെ മുമ്പൊക്കെ എന്ന് വെച്ചാൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇപ്പോഴും വെള്ളം ഈ സാധനം എന്ന് വെച്ചാൽ ഒരു നമ്മുടെ എന്തോ പറയുക അതിന് തുറക്കാനായിട്ടൊക്കെ ഒരു സാധനം ഉണ്ടാവും. വെള്ളം കൂടിക്കഴിഞ്ഞാൽ തുറന്ന് ഷട്ടർ, ആ ഷട്ടർ മറ്റേ ഇതിലൊക്കെ തുറക്കില്ല, അതുപോലെ ഒരു ഷട്ടറായിരുന്നു ആ സാധനം. വേണ്ടോ, അതൊരു ഷട്ടറായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്രായത്തിൽ. അപ്പം അപ്പുറത്ത് കൂടി കനാലാണ്. അവിടെ ഒന്നും വീടൊന്നും ഇല്ലായിരുന്നു. അവിടെ ഞാൽപ്പഴവും കാടും പറമ്പും ഇതിനെക്കാട്ടും വലിയ പറമ്പായിരുന്നു. അത്രയും കൂടിയെന്നൊരു 10 വർഷമായിട്ടുള്ള അവിടെയൊക്കെ ഞാൽപ്പഴത്തിൻ്റെ മരങ്ങളായിരുന്നു മൊത്തം. അപ്പം നമ്മൾ ഞാൽപ്പഴം മരങ്ങൾക്ക് പറിക്കാനായിട്ട് നമ്മൾ പോവോടാം ഞാൽപ്പഴം കഴിക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഈ ഞാൽപ്പഴത്തിൻ്റെ സൈഡിൽ കൂടി പിരിഞ്ഞ വള്ളിയുണ്ട്. ആ പിരിഞ്ഞ വള്ളിയിലൊരു ഊഞ്ഞാലാടൽ. പിന്നെ അതുപോലെ അന്നത്തെയൊക്കെ കാലത്തൊരിതുണ്ട് നമുക്ക്. കാരണം കളിക്കാനായിട്ട് ഇന്നിപ്പോൾ മൊബൈലിലൊക്കെ അല്ലേ പിള്ളേർ കളിക്കൽ. ഞാൻ 10ാം ആയിട്ടില്ല, 5ാം ക്ലാസ് മര്യാദക്കൊരു ഇതായിട്ട് ഇന്നൊക്കെ നമുക്ക് ഒരു സ്ഥലത്തിരുന്ന് കളി നാരങ്ങ വേല ചൂണ്ടൊക്കെ അങ്ങനെയുള്ള കളികളൊക്കെ ഉണ്ടല്ലോ. അത് പേടിയാണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടി നടക്കുക. ഇത് കാടാണ് നിറച്ച് കനാലിൻ്റെ അകത്താണ്. ഞാനൊരു ദിവസം ഇതിൽ നടന്നു പോകുമ്പോഴാണ് പാമ്പ്. ഞാനും എൻ്റെ കസിൻ്റെ പിള്ളേരും കൂടി പോകുമ്പോഴാണ് ഇവിടെ ഒരു നോക്കുമ്പോൾ ഇങ്ങനെ നീണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ നോക്കുക കനാലിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് കനാലിൻ്റെ അകത്തില്ലേന്ന് പറഞ്ഞ് ഞാനും 2 പിള്ളേരായിട്ട് പോയപ്പോഴാണ് ചാടി കയറി വന്നിട്ടില്ലേ. അവൾ ഇപ്പോഴും എന്നെ ചീത്ത പറയും, നീ എന്ത് വേലയെ കാണിച്ചു. അവളെ പിടിച്ച് വലിച്ചു കളഞ്ഞ് എനിക്കിട്ട് കൊത്തി വിടും. ഞാൻ വേഗം അപ്പുറത്തേക്ക് പോയ സാധനം ഒന്നും പറ്റിയില്ല. കാരണം ഇതുണ്ട് മൊത്തം കാടാണ്. ഇവിടെ ഇവിടെ മാത്രം റോഡ് സൈഡ് ഇങ്ങനെ പച്ചലും ഇതൊക്കെ. പക്ഷെ ഇവിടെ ഇവിടെയൊക്കെ മൊത്തം പച്ചല്. ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട് കാണുന്നത്. ഇവിടെയൊക്കെ കാട് പിടിച്ചെടുക്കുക ഒരു വീടൊക്കെ കാണും. കാട് പിടിച്ച ഇവിടെ മാത്രം ഭംഗിയുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. ഇതാണ് നിങ്ങൾക്ക് ഞാൻ കാണിക്കാനായിട്ട്. റോഡ് സൈഡ് ഇവിടെ ഈ വീട്ടുകാർ ഒരു പൂന്തോട്ടം ഉണ്ടാക്കിയ കനാലിൻ്റെ സൈഡ് തന്നെ. ഇത് കാണാനായിട്ട് എന്ത് രസമെന്ന് നോക്കി. ഇത് കാണിക്കാനായിട്ട് ഞാൻ വന്നത്. ഇത് കണ്ട, ഇത് റോഡ് സൈഡാണ്. ഞങ്ങൾ അവിടത്തെ പോലെ പിടിപ്പിച്ചേക്കുന്നതാണ്. ഇവിടെ നിന്ന് അറ്റത്തേക്കൊന്നും പോകരുത്. കനാൽ കാണാൻ പറ്റില്ല. കാരണം വെച്ചാൽ അതിൻ്റെ അകത്ത് വെള്ളമുണ്ട്. ആ വെള്ളത്തിലേക്കൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അത്രമാത്രം കാട് പിടിച്ചെടുക്കുക അതിൻ്റെ അകത്ത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത സാധനങ്ങൾ മൂർക്കൻ അണലി അത് ഇത്. ഇപ്പം ഞാൻ ഇങ്ങോട്ട് പോകുമ്പോൾ കണ്ടിട്ട് ഉമ്മ ചീത്ത അറിയാൻ. കാരണം ഈ സമയത്ത് എന്തിനാണെന്ന് വെക്കുന്നത് വെച്ചാൽ പാമ്പിൻ്റെ ഇപ്പം വെള്ളം വന്നേക്കണ കാരണം തണുപ്പിന് വേണ്ടിയിട്ട് ഇവർ കയറി വരും. അപ്പോൾ ഇവിടെയൊക്കെ അവിടത്തെ പോലെ അല്ല കേട്ടോ. ഇവിടെ നല്ല ആഴമുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ല ആഴം. ഇവിടെയൊക്കെ വെറുതെ പറമ്പായിട്ടിരുന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ ഇപ്പോൾ വീട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇവിടെയൊക്കെ പറമ്പാട്ടെ. ഞങ്ങൾക്കൊരു രസം ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാവരും കളിച്ചേക്കണതാണ്.
കാരണം ഒരു തോർത്ത അല്ലെങ്കിൽ ഒരു ഷോള ഇട്ടിട്ട് ഞാനിപ്പോഴും ഓർക്കും. കാരണം ഇവിടെ മൊത്തം അന്നത്തെ നമുക്ക് മുറിവൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അപ്പലാന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് മറ്റേ ചെലാന്ന് പറയും. ഒരു സൈസ് നല്ല മണമാണ്. മുറിവ് വീണ് നമ്മുടെ കാലിലൊക്കെ വീണ് പൊട്ടിയിട്ട് ഓടിപ്പോയിട്ട് വീട്ടിലെല്ലാവരും ചെയ്യണ വേലയാണത്. കാരണം എന്ന് വെച്ചാൽ ഇരുട്ടായിട്ടാ. ഇരുട്ടായി ആ കമ്മ്യൂണിസ്റ്റ് പച്ചല ഇതാക്കിയിട്ട് കയ്യിലിട്ട് നിരടിയിട്ട് മുറിവിന് വെക്കണം. നിങ്ങൾക്ക് എല്ലാവരും ചെയ്യണതാണ്. അപ്പം അങ്ങനെ നട്ടുപിടിച്ചിട്ടുണ്ടാവും ആ സാധനം. അപ്പല വേറെ കമ്മ്യൂണിസ്റ്റ്, അപ്പല വട്ടത്തിലായിരിക്കും. കമ്മ്യൂണിസ്റ്റ് വെച്ചാൽ നീളത്തിലായിരിക്കും, നല്ല പച്ച കളറ്. അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയണേന്ന് അറിയില്ല. എന്നിട്ട് നമ്മ എന്ത് ചെയ്യുന്നറിയുമോ, അതിങ്ങനെ അറക്കും, കയ്യിലിട്ട് ഇതാക്കിയിട്ട് അതിന് നീര് കാലിൽ പറ്റണം. കാരണം അപ്പം ഇവിടെയൊക്കെ ഇങ്ങനെ കാടാണ്. അന്ന് ഇതൊന്നും കെട്ടിയിട്ടില്ല. ഇതൊക്കെ കെട്ടിയിട്ട് 1-2 വർഷമുള്ളൂ. കാരണം വണ്ടി ആക്സിഡൻ്റ് കനലൊക്കെ മറിയുന്നു. അപ്പോൾ കൂടിയെന്ന് 1 വർഷം കഴിഞ്ഞ വർഷമാണ് ഇത് ചെയ്തത്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇങ്ങോട്ട് അധികമൊക്കെ വരാനായിട്ട് എനിക്ക് അപ്പം അങ്ങനെയൊക്കെയാണ്. കണ്ടോ ഇവിടെ കനാല, ഇത് കനാലിൻ്റെ നല്ല ആഴമുണ്ട്. ഞാൻ ഇനി പോവാം. ഇതുണ്ട് നല്ല ഭംഗിയാണ് സ്ഥലങ്ങൾ. ഞാനിപ്പോൾ ഈ വീഡിയോ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നിട്ട് ഒരു ഷോളൊക്കെ ഇടും. ഷോൾ ഇട്ടിട്ട് ഒരു ഷോള് വെറുതെ സാരി പോലെ ഉടുക്കും. ഒരു ടീച്ചറായിട്ട് കളിക്കണ ഒരു കളിയുണ്ട്. ഈ അപ്പലേമയൊക്കെ തല്ലി പക്ഷേ പണ്ടത്തെ പിള്ളേരൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ. ഇപ്പേലെ മൊബൈലുണ്ടെങ്കിലേ പിള്ളേർക്ക് ചോറുണ്ണുള്ളൂ, മൊബൈലുണ്ടെങ്കിലാണ് ഉറങ്ങുള്ളൂ. മൊബൈൽ ഇല്ലാത്തൊരു പരിപാടി പിള്ളേർക്ക് ഇല്ല. പക്ഷെ അന്നാളിലൊക്കെ നമുക്ക് ആകെ വെയിൽ ഇതില്ല. വെക്കേഷൻ ആയിട്ടുണ്ടെങ്കിൽ വെക്കേഷൻ ആവാൻ കാത്തിരിക്കും. കൂട്ടുകാരായിട്ട് കളി എന്ത് രസമാണെന്ന് അറിയാവോ. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഏതെങ്കിലും ഒരു പിള്ളേർ അടുത്ത വീട്ടിലേക്ക് പോകും, അടുത്ത വീട്ടിൽ ആരെങ്കിലുമായിട്ട് സംസാരിപ്പിക്കും, അടുത്ത വീട്ടിലായിട്ട്. ഇപ്പോൾ പണ്ടത്തെ വീട്ടിൽ എന്ന് വെച്ചാൽ ഒരു ഓണമൊക്കെ വിഷുവോ അല്ലെങ്കിൽ ഒരു പെരുന്നാളൊക്കെ വന്നിട്ട് കൂട്ടുകാരായിട്ടൊക്കെ നമ്മൾ എന്ത് അടിപൊളിയായിട്ടല്ലേ കിടന്ന് ഇതാക്കുക. പെരുന്നാളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഭയങ്കര സന്തോഷം. ഒരു പട്ടി എൻ്റെ കൂടെ ഉണ്ട്, ഭയങ്കര ഇതല്ലേ. ഇന്നൊക്കെയാണെന്ന് വെച്ചാൽ എന്താ ഉള്ളത്, അതൊക്കെ മാറിപ്പോയില്ല. ഇന്നാകെ പോയിട്ട് പിള്ളേരായാലും ആരായാലും കുറേ ഫോണ്. അവർ വീട്ടുകാരാണെങ്കിൽ അമ്മയും മക്കളും ഈ ഫോണുണ്ടാന്ന്. ഇന്നിപ്പോൾ മക്കൾ വന്നാൽ മക്കൾക്കൊരു ഫോണുണ്ടാവും, അമ്മയുടെ കയ്യിലൊരു ഫോണുണ്ടാവും, മക്കളുടെ കയ്യിലൊരു ഫോണുണ്ടാവും. അവർ നേരെ സംസാരിക്കുന്നില്ല, വർത്തമാനം പറയുന്നില്ല എന്തെങ്കിലും. പക്ഷേ പണ്ടൊക്കെ നമ്മ സ്കൂൾ വിട്ട് വന്നാൽ അവരൊരു കട്ടൻ ചായ എളുപ്പം കൂടെ ഇരിക്കും, കപ്പലണ്ടി ഈറ്റ വറക്കുന്നു തിന്നുന്നു. കാരണം പിന്നെ അവർക്ക് വേറെ ഒന്നും പറയാനില്ല. പിന്നെ പറമ്പ് നോക്കുന്നു, ഇതൊക്കെയാണ്. ഇന്നിപ്പോൾ എല്ലാം മാറിപ്പോയില്ലേ, ജീവിതങ്ങൾ മാറണത് അങ്ങനെയാണ്. പക്ഷേ എല്ലാ വീടുകളിലും അതെ ഒത്തിരി വ്യത്യാസം വന്നു പോയില്ലേ. അപ്പം അവർക്ക് ഇപ്പോഴെന്ന് വെച്ചാൽ എല്ലാവർക്കും മൊബൈലിലിരിക്കാനേ സമയമുള്ളൂ. മൊബൈൽ ഇല്ലെങ്കിൽ അവർക്കൊന്നും പറ്റില്ല. ഇപ്പം ഇന്ന് കൂട്ടുകൂടത്തില്ല. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ തന്നെ എത്ര അംഗങ്ങളുണ്ടാവും, 8, 9, 10, 12. ഇന്നിപ്പോൾ 10 പേര് പോയിട്ട് 2 പേരും 2 മക്കളെ പോലും നോക്കാനായിട്ട് ഓരോ അമ്മമാർക്കും അവരപ്പം ഡേ കെയറായി അല്ലേ. ഇന്ന് ആ സ്കൂളല്ലാണ്ട് വേറെ എന്തുണ്ടായിരുന്നു. ഇപ്പം ഡേ കെയർ ഇത് ആ പൂന്തോട്ടം ഉണ്ടോ അവർ. പക്ഷേ ഞാനിപ്പോൾ ഞങ്ങളുടെ അവിടെ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ ബേക്കിൽ വിളിപ്പിച്ചിട്ട് ഇത് വിചാരിച്ചിരിക്കണേ. പക്ഷെ സമയം കിട്ടില്ല, റോഡ് സൈഡാണ്. പക്ഷേ ഇതൊക്കെയാണ് മനുഷ്യർ. ഇപ്പുറത്തെ കൊല്ലം നോക്കി. ഞാനപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെയാണ് ഇന്ന്. കാരണം ഒത്തിരി ദിവസമായി ഞാനൊരു വീഡിയോ എടുക്കരുത്, ലോങ് വീഡിയോ എടുക്കാറില്ല. അപ്പം ഞാൻ ഓർക്കും ഇതിലിങ്ങനെ നടക്കുമ്പോഴൊക്കെ ഇത്രയും വീടുകളിലേക്ക് കാണുന്ന വീടുകളൊക്കെ ഈ വന്നത് പിന്നെയാണ്. കൂടി ഒരു 6 വർഷം അല്ലെങ്കിൽ 8 വർഷം 8-9 വർഷമായിട്ടുണ്ടാവുമായിരിക്കും. അതിനു മുമ്പൊക്കെ അവിടെ കാട് പിടിച്ച്. കാരണം കളിക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പിള്ളേർക്ക് കളിക്കാനും സ്ഥലമില്ല. കാരണം എല്ലാ സ്ഥലത്തും ടൈലിട്ട് വെള്ളം താഴേക്ക് പോകും. ഒരു വീട്ടിൽ വെള്ളം താഴേക്ക് പോകും. അങ്ങനെയൊക്കെ ഒത്തിരി
കാരണം ഭൂമി മൊത്തം ടൈലിട്ട് ഇതാക്കില്ലേ, പിന്നെ വെള്ളം അങ്ങനെ താഴേക്കാണ്. ഈ ചൂട് എല്ലാ വീട്ടിലും എന്തൊക്കെ മരങ്ങളുണ്ടാവും. ആദ്യം മരങ്ങളുടെ ഇതായിരിക്കും ചാമ്പക്ക, അതേമാതിരി പ്ലാവില്ലാത്ത മാവ്, ഇതൊക്കെ. ഇപ്പം അന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലല്ലോ. ഇപ്പം എല്ലാം വെട്ടി വെളിപ്പിച്ച് ഉള്ളിടത്ത് ടൈലിട്ട് ഇതാക്കാൻ പോകണല്ലോ. ഒരു മുറ്റം പോലും ഇല്ല അവിടെ. ഇപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്ന്. ഞാനെന്തായാലും വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു വീഡിയോ എടുക്കാം. രാത്രി ആയാലും വേണ്ടിയില്ല. പക്ഷേ രാത്രി ആകുമ്പോഴെന്ന് വെച്ചാൽ ഒരുപാട് ഇരുട്ടാണ്. എന്നാലും എനിക്ക് കുറച്ചെങ്കിലൊക്കെ വീടും ഭംഗിയും ഫ്ലാറ്റും ഉണ്ടോ. ഞാനവിടെ ഇരുന്നത് ഇപ്പുറത്തെ റോഡിൻ്റെ എൻ്റെ ഫ്രണ്ട് അതല്ല കേട്ടോ. ഫ്രണ്ട് മുമ്പ് ഞാൻ ചായ കുടിക്കുന്നതാണ്. കണ്ണീർ മഴയത്ത് ഞാനൊരു ചെറിയോടെ. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഓക്കെ, ഇനി പിന്നെ ഞാൻ പഴയ വീഡിയോയിലൊക്കെ കനാൽ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ എല്ലാവരും ലൈവ് ഇടുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കാണിക്കലാണ്. ഞാൻ ആരും ഇന്നും കാണിക്കുക. എൻ്റെ വീടിൻ്റെ സ്വന്തം ബേക്കാണ്. ഞങ്ങൾ പറയും ടൂർ പോകണ്ട, കൊടൈക്കനാലിൽ പോകാമെന്ന്. ഒരു കുടയായിട്ട് അവിടെ ഇരുന്ന കൊടൈക്കനാലിലായി. പിന്നെ നമ്മളെന്തിനാ ടൂറിന് പോകണമല്ലേ. കണ്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെടില്ലേ എന്നൊക്കെ. ഇതാണ് എൻ്റെ വീടിൻ്റെ ബേക്ക്. ഞാൻ ആ ബേക്കിലിരുന്നാണ് എന്നും അതിൻ്റെ മുകളിലിരുന്നിട്ടാണ് ഞാൻ എന്നും വീഡിയോ എടുക്കുന്നത്. മനസ്സിലായോ. അവിടെ ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കാറ്. ഇതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഞാൻ ലൈവ് ഇടുന്നത്, വീഡിയോകൾ ഇടുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ. നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ഇടുന്നു. നിങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക. ഓക്കെ, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ചോദിക്കുന്നത് എന്തിനാണ് അല്ല, ഒരു കാഴ്ച. ഞാൻ അടുത്തത് നമ്മുടെ അടുത്ത് തന്നെ ഒരു അമ്പലം, പിന്നെ പള്ളി, അങ്ങനെ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ ഞാൻ ഇടാം. അപ്പോൾ ഇതിപ്പോൾ ഒരുപാടായി. ഓക്കെ, ബായ്. ഇതിൻ്റെ ഇടയിൽ ഒരു വണ്ടിയുടെയൊക്കെ സൗണ്ട് ഉണ്ട്.